സഹ്യന്റെ മലമടക്കുകളിൽ മഞ്ഞും മാരുതനും തഴുകിയെത്തുന്ന കമ്പമെട്ട് എന്ന സുന്ദരഗ്രാമം. ഇവിടുത്തെ പിഞ്ചോമനകൾക്ക് അറിവിന്റെ സുന്ദരലോകം തുറന്നുകാട്ടുന്ന വിദ്യാലയം മഡോണ. കാലത്തിന്റെ നിശബ്ദ വഴികളിലൂടെ 50 വർഷങ്ങളുടെ സമൃദ്ധയാത്ര പിന്നിട്ട മഡോണ LP സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ദീപ്തമായ പ്രകാശം തലമുറകളിലേക്ക് കൈമാറി നൽകിയ മഹത്തായ ദൗത്യത്തിന്റെ സുവർണ സ്മരണകളുമായി തന്റെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിജ്ഞാനവും മൂല്യങ്ങളും കൈകോർക്കുന്ന ഈ പുണ്യവേദിയിൽ വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി പ്രസി ടീച്ചർ കഴിഞ്ഞ 26 വർഷങ്ങളുടെ ചാരിതാർത്ഥ്യത്തോടെ തന്റെ ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടത്തപ്പെടുകയാണ്. ഈ ധന്യനിമിഷം മഡോണ സ്കൂളിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെയും സേവന സമർപ്പണത്തിന്റെയും ഉജ്ജ്വലമായൊരു അധ്യായമായി ചരിത്രത്തിന്റെ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽപ്പെടുന്നതും നെടുങ്കണ്ടം സബ് ജില്ലയിൽ ഉൾപ്പെടുന്നതുമായ ഈ വിദ്യാലയം കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കമ്പമെട്ട് എന്ന കൊച്ചു ഗ്രാമത്തിന് എന്നും ഒരനുഗ്രഹമാണ്. മലനിരകളും സമതല പ്രദേശങ്ങളും ഏറെയുള്ള ഈ മേഖലയിലെ ആദ്യകാല കുടിയേറ്റക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഏറെ വിദൂരമായൊരു സ്വപ്നമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ജനഹൃദയങ്ങളിൽ വിത്തുപാകിയ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ ചിറക് വിരിച്ചു. മഡോണയുടെ സ്ഥാപനത്തിന് തുടക്കമായി. 1964 2 തവണ ഈ വിദ്യാലയത്തിന്റെ അംഗീകാരത്തിനായി ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്ലാസിഡമ്മ പരിശ്രമിച്ചു. 2 തവണ തിരസ്കരിക്കപ്പെട്ടുവെങ്കിലും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ സിസ്റ്റർ പ്ലാസിഡമ്മയുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ 1975 സ്കൂളിന് അംഗീകാരം ലഭിച്ചു. തുടർന്ന് മഡോണ സ്കൂളിന് പ്രവർത്തനം ആരംഭിക്കാൻ ശ്രീ മൈക്കിൾ കള്ളിവയലിൽ 2 ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. 159 കുട്ടികളോടെ ആരംഭിച്ച വിദ്യാലയത്തിന്റെ പ്രഥമ ടീച്ചർ ഇൻചാർജായി ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫ്രാൻസീന SH നിയമിതയായി. ബഹുമാനപ്പെട്ട സിസ്റ്റർ ട്രീസ ലിറ്റമ്മ സഹ അധ്യാപികയായി. തുടർന്ന് സിസ്റ്റർ മരീന SH പ്രധാന അധ്യാപികയായി 3 വർഷത്തിനുള്ളിൽ 300-ലധികം കുട്ടികളാൽ മഡോണ സന്താന സമ്പന്നയായി. കൃപയുടെ കൃതജ്ഞതയുടെ ദൈവാനുഗ്രഹത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന കമ്പമെട്ട് മഡോണ LP സ്കൂളിനും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജൂബിലിയുടെ 1000 മംഗളങ്ങൾ. സ്നേഹപൂർവ്വം സിസ്റ്റർ മരീന, നിങ്ങളുടെ സ്വന്തം കാർലാമ്മ. ആദ്യകാല അധ്യാപകർ ഈ വിദ്യാലയത്തിന് എന്നും അനുഗ്രഹമാണ്. കൽത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ വെച്ചൂർ VT ജോസഫ് സാറിന്റെയും അക്കാമ ടീച്ചറിന്റെയും 4 മക്കളിലെ ഏക പെൺതരിയായി ജനിച്ച പ്രസി ജോസഫ് പഠന കാലഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി കട്ടപ്പന പൊന്നത്ത് സണ്ണി PAയെ തന്റെ ജീവിത സഖിയായി സ്വീകരിച്ചു. മക്കൾ റിനു സണ്ണി, റിയ സണ്ണി, റിദിൻ സണ്ണി. 1995 കമ്പമെട്ട് സ്കൂളിൽ തന്റെ താൽക്കാലിക അധ്യാപന ശുശ്രൂഷ ആരംഭിച്ച പ്രസി ടീച്ചർ 2000 സ്ഥിരമായി നിയമിതയായി. ചേമ്പളം കമ്പമെട്ട് സ്കൂളുകളിൽ അധ്യാപികയായി. 2023 ഏപ്രിൽ 1 മഡോണയുടെ സാരഥിയായി. തന്റെ കുഞ്ഞുങ്ങളെ അറിവിന്റെ ലോകം ആത്മാർത്ഥമായി കാണിച്ചു കൊടുത്ത ശേഷം 26 വർഷത്തെ അധ്യാപന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട പ്രസി ടീച്ചറിന് SH മാനേജ്മെന്റിന്റെയും മഡോണ കുടുംബത്തിന്റെയും ആത്മാർത്ഥമായ നന്ദിയും പ്രാർത്ഥനാശംസകളും. പ്രവേശനോത്സവം 2025 ജൂൺ 1 തീയതി 1ാം ക്ലാസ്സിലേക്കും LKG ക്ലാസുകളിലേക്കും യഥാക്രമം 36ഉം 35ഉം പുത്തൻ കുരുന്നുകൾ കടന്നുവന്നു. വർണ്ണക്കൂടുകൾ ഒരുക്കിയാണ് കുരുന്നുകളെ സ്കൂൾ സ്വീകരിച്ചത്. പ്രഭാത അസംബ്ലി തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ കൃത്യതയോടെ പ്രാർത്ഥന, പ്രതിജ്ഞ, സൂംബ ഡാൻസ്, ക്വിസ്, പൊതുവിജ്ഞാനം, പത്രവാർത്ത, സ്കൂൾ ആന്തം, മാസ്റ്ററിൽ എന്നിവയോടെ പ്രഭാത അസംബ്ലി നടത്തുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും ഇംഗ്ലീഷ് അസംബ്ലിയും നടത്തുന്നു. പരിസ്ഥിതി ദിനം
കരുണാപുരം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. ബഹുമാനപ്പെട്ട കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിൻസി വാവച്ചൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മാത്യൂസ് മറ്റപ്പള്ളി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ജൂൺ 5-ന് പരിസ്ഥിതി ദിന ആഘോഷം നടത്തിയത്. വായനാ വാരാഘോഷം ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരാഘോഷം സംഘടിപ്പിച്ചു. വായനാ ക്വിസ്, പതിപ്പ് പ്രകാശനം, പുസ്തകത്തൊട്ടിൽ, ലൈബ്രറി സന്ദർശനം എന്നിവ വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തി. സ്കൂൾ PTA സമ്മേളനം 2025-2026 വർഷത്തെ പ്രഥമ PTA സമ്മേളനം 2025 ജൂൺ 25-ന് നടത്തി. കൊഴിത്തുളു സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി റവറൻ ഫാദർ തോമസ് കപ്പ്യാങ്കൽ ഈ ദിനത്തിൽ മാതാപിതാക്കൾക്കായി ക്ലാസ് നയിച്ചു. ശ്രീ സാബു ഐലുക്കുന്നേൽ PTA പ്രസിഡന്റായുള്ള പുതിയ PTA എക്സിക്യൂട്ടീവ് സമിതി അന്നേ ദിവസം നിലവിൽ വന്നു. സ്വാതന്ത്ര്യദിനാഘോഷം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിൻസി വാവച്ചൻ സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. റാലി, ക്വിസ് മത്സരം, പ്രച്ഛന്നവേഷം എന്നിവയുടെ അകമ്പടിയോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തിയത്. ഓണാഘോഷം ഓണപ്പൂക്കളവും മാവേലി മന്നനും മലയാളി മംഗമാരും ഓണസദ്യയും പുലികളിയുമൊക്കെയായി അലങ്കൃതമായിരുന്നു മഡോണയുടെ ഓണാഘോഷം. PTA എക്സിക്യൂട്ടീവാണ് ഈ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പ്രാദേശിക PTA ഈ വിദ്യാലയത്തിന്റെ പ്രാദേശിക പരിധികളായ മണിയമ്പ്രാക്കട, കുഴിത്തുളു, കരുണാപുരം, കമ്പംമെട്ട്, തങ്കച്ചങ്കട എന്നിവിടങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒന്നുചേരുന്ന ഇടങ്ങളായി പ്രാദേശിക PTAകൾ സംഘടിപ്പിച്ചു. പേരന്റ്സ് ഡേ ആഘോഷം 2025 ഒക്ടോബർ 20 മഡോണയുടെ ഉത്സവ ദിനമായിരുന്നു. കളികളും പാട്ടുകളും അഭിനയവുമൊക്കെയായി മഡോണയുടെ ഹൃദയത്തിൽ മാതാപിതാക്കൾക്കായി കുട്ടികൾ ഒരു ദിവസം ആഘോഷമായി ഒരുക്കി. ബാലവേല വിരുദ്ധ ദിനത്തിൽ കുഞ്ഞുങ്ങൾ പ്രതിജ്ഞ ചൊല്ലി റാലിയും സംഘടിപ്പിച്ചു. കലാ കായിക മേളകൾ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലും കലാമേളയിലും കായികമേളയിലും മഡോണയുടെ മക്കൾ മികവാർന്ന വിജയം കൈവരിച്ചു. കായികമേളയിൽ 3-ാം സ്ഥാനവും കലാമേളയിൽ 4-ാം സ്ഥാനവും നെടുങ്കണ്ടം ഉപജില്ലാതലത്തിൽ നേടുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണ്. കേരളപ്പിറവി നവംബർ 1-ാം തീയതി മലയാള ഭാഷാ ദിനവും മലയാള വേഷദിനവും സമുചിതമായി ആഘോഷിച്ചു. ശിശുദിനാഘോഷം നവംബർ 14 കുട്ടികളുടെ മനസ്സിൽ നിറയുന്ന ചാച്ചാജിയും ഭാരത നേതാക്കളുമൊക്കെയായി മനോഹരമായ റാലി, ക്വിസ് മത്സരം, കുട്ടികളുടെ പ്രോഗ്രാം എന്നിവയാൽ ശിശുദിനം കുഞ്ഞുങ്ങളുടെ ആഘോഷ തിമർപ്പിന്റെ ദിവസമായി മാറ്റി. ക്രിസ്മസ് ആഘോഷം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പുൽക്കൂടൊരുക്കിയും കരോൾ ഗാനങ്ങൾ ആലപിച്ചും കളികളിലേർപ്പെട്ടും കേക്ക് മുറിച്ചും ഉണ്ണിക്കുറികൾ കൈമാറിയും മഡോണയുടെ കുഞ്ഞുമക്കൾ ആഘോഷമാക്കി. ഉച്ചഭക്ഷണ വിതരണം ശ്രീമതി രമണി ജനാർദ്ദനന്റെ കരങ്ങളാൽ രുചികരമായ ഭക്ഷണം എല്ലാ ദിവസവും കുട്ടികൾക്ക് നൽകുന്നു. വിശേഷ അവസരങ്ങളിൽ ചിക്കൻ ബിരിയാണിയും എഗ് ബിരിയാണിയും പായസവും നൽകുന്നുണ്ട്. നമ്മുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ വിഷരഹിത പച്ചക്കറി